ഹായ് കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറയാൻ കാരണം അന്നൊരു യാത്ര പോവുകയാണ്. അപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ തലേ ദിവസം തന്നെ ചില കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ്. അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം ഉണ്ടായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ്. പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പോകണോ വേണ്ടയോ എന്നൊരു തീരുമാനത്തിലൊന്നും എത്തിയിരുന്നില്ല. അപ്പോൾ ചിക്കൻ കറിയും അതുപോലെ നെയ്ച്ചോറുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി തലേ ദിവസം തന്നെ എല്ലാ പണിയും കഴിച്ചിട്ട് അത് ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞാനത് നന്നായിട്ട് തിളപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ നെയ്ച്ചോറ് ഞാൻ രാവിലെ ഒരു 4 മണിക്കൊക്കെ എണീറ്റിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ കുളിയും നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 6 മണിക്ക് തന്നെ യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാ നേരെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് പ്രകൃതിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഈ യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ കാണാൻ. അതായത് നമുക്ക് ഒരു പ്രത്യേക രസമാണല്ലോ. അതുപോലെ മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന പ്രകൃതി കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൂര് എന്ന് പറയുന്ന, അതായത് നമ്മുടെ ലക്കിടി വ്യൂ പോയിൻറ്റും ചെങ്ങലമരവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 3.5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു പ്രവേശന കവാടം കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കവാടം കടന്ന് നമ്മൾ കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും അതുപോലെ അതിലേക്ക് വേണ്ട ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമൊക്കെ നമ്മൾ അവിടെ തന്നെ കാണാൻ പറ്റും. ഇനി നമ്മൾ ചിലരൊക്കെ നടക്കുന്നവരുണ്ട്, പക്ഷെ 2.5 കിലോമീറ്ററൊക്കെ നമുക്ക് നടക്കണം കേട്ടോ. അപ്പം നടക്കാൻ പറ്റാത്തവർ, കുട്ടികളൊക്കെ ഉള്ളവർക്കൊന്നും അത് കഴിയില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് ആ ടിക്കറ്റിൽ തന്നെ ഉൾപ്പെടും കേട്ടോ. നമുക്ക് ജീപ്പിൻ്റെ സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ജീപ്പിൽ തന്നെ അങ്ങോട്ട് തിരിച്ച് പോകണ്ടേ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇതാ നമ്മൾ കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഹാളുണ്ട്. ഇവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ ഇതാ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത്ര അറിയില്ല, കാരണം നല്ല ഉയർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല കാറ്റും നല്ല തണുപ്പുള്ള കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്ര ക്ഷീണമൊന്നും വരില്ല. അപ്പോൾ വഴിയിൽ ഇതുപോലെ നമുക്ക് ഉപ്പിലിട്ട ഐറ്റംസ്, അതുപോലെ സർബത്ത്, അങ്ങനെയൊക്കെ കുടിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ പോയിൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആദിവാസി കോളനി രൂപത്തിലുള്ള ഒരു 5-6 വീടുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇതാ ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോൾ കുറേ ഷോപ്പുകൾ കാണാൻ പറ്റും കേട്ടോ. അതായത് മുളയരി, അതുപോലെ വെറൈറ്റികളായിട്ടുള്ള ഓരോ ധാന്യങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ, അതുപോലെ കരകൗശല വസ്തുക്കൾ, ഇതാ മരത്തിലൊക്കെ ഒരുപാട് കരകൗശല വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ ന്യായമായ വിലയാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടുന്ന ഇതുപോലെയുള്ളതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴൊന്നും കാണാത്തൊരു ഗെയിമാണല്ലോ ഈ രമ്പയത്ത്. ഞാനിത് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇതിന് ഒരാൾക്ക് 30 രൂപയാണ്, 3 ചാൻസ് ഉണ്ടാവും. പിന്നെ അതിന് ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദിവാസികളുടെ പരമ്പരാഗതമായിട്ടുള്ള മരുന്നുകളാണ് കേട്ടോ, ഔഷധങ്ങളാണ്. അപ്പം ഓരോ വൈദ്യരുടെ ഫോട്ടോസ് നമുക്ക് ചുമരിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മളവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു വ്യൂ. ഇത് അടുത്തേക്ക് വരും തോറും ഭംഗി കൂടി ഇങ്ങനെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളും അവരോടൊരു ഭാഗമായി മാറും കേട്ടോ. അതായത് ശരിക്കും നമ്മുടെ വീട് തന്നെയാണോ
നമുക്കും തന്നെ ആ ഒരു വീടിനോടും ആ ഒരു പരിസരത്തിനോടൊക്കെ പൊരുത്തപ്പെട്ട് വരുന്ന ഒരു ഫീലിംഗ് നമുക്ക് തോന്നും കേട്ടോ. ആ ഒരു വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തുമ്പോഴും അതുപോലെ വീടിൻ്റെ ഉൾവശത്തേക്ക് കയറുമ്പോഴൊക്കെ അങ്ങനെ തോന്നി തുടങ്ങും. അപ്പോൾ അതാ വീടിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാ മോന് ഇരിക്കണമെന്നില്ല, മോന് മുറ്റത്ത് നല്ല മുറ്റാണ്, നല്ല ഇറങ്ങി കളിക്കാനൊക്കെ പറ്റിയ മുറ്റാണ് കേട്ടോ. ശരിക്കും ഇതൊരു വീട് തന്നെയാണ്. നല്ല രീതിയിലാണ് കേട്ടോ ഇത് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ മക്കൾക്കൊക്കെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതുപോലുള്ള വീടുകളൊന്നും നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീടിൻ്റെ ഉൾവശം നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പഴയ വീടിൻ്റെ പുൽമേഞ്ഞ വീടിൻ്റെ ആ ഒരു ഫീലിംഗ് ഉൾവശത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ എല്ലാ വീടുകളും ഒരുപോലെ അല്ല കേട്ടോ. അതിൻ്റെ രൂപത്തിലും ഘടനയിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഒരു വീടിനെ പോലെയല്ല മറ്റേ വീട്, അതിൻ്റെ റൂമും കാര്യങ്ങളും ഒക്കെ മാറ്റമുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട്. പക്ഷേ എങ്കിലും വെയിലിനെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര ക്ഷീണമൊന്നും വരുന്നില്ല. പിന്നെ വിശ്രമിക്കാൻ നമുക്ക് ഇതുപോലെ ഇരിപ്പിടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇരുന്ന് വിശ്രമിച്ച് നമുക്ക് സാവകാശം ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയാൽ മതി. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് രാത്രി സമയങ്ങളിലും ഇതുപോലെ ഇവിടെ ഇങ്ങോട്ട് ഉള്ള പ്രവേശനം ഉണ്ട് എന്നുള്ളത് പുറത്തുനിന്ന് അറിയാൻ പറ്റി. അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രിക്കത്തെ ഒരു വ്യൂ വേറൊരു വൈബ് തന്നെ ആവും. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഓരോ വീടിൻ്റെ ഘടനയിലും രൂപത്തിലൊക്കെ മാറ്റമുണ്ട്. ഈ വീടിന് 2 റൂമുണ്ട് കേട്ടോ. അതുപോലെ ഇരിപ്പിടമൊക്കെ ഇതാ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ളൊരു സംവിധാനം ഇപ്പോൾ ഇല്ലെങ്കിലും ഭാവിയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഉള്ള പെയിൻറ്റിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഈ പെയിൻറ്റിങ്ങിൻ്റെ അടുത്തൊക്കെ നിന്ന് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഒരു 10:30 സമയമാകുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണെന്ന്. അതായത് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല പെട്ടെന്നുണ്ടായ യാത്രയാണെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞതായിരുന്നു ഇന്നത്തെ ദിവസം ഇങ്ങനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഒരു കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ടിങ് ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ശരിക്കും ഇങ്ങനെ കേക്കൊന്നും ഞങ്ങൾ മുറിക്കാറില്ല. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക, എനിക്ക് നല്ല സന്തോഷമായി.
അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് കേട്ടോ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ വലിയ ചിലവൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചെറുതായിട്ടെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, യാത്ര പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി വീട്ടിൽ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് നമുക്ക് എന്നും ഒരുപോലെ തന്നെ ആവണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഓർമ്മിച്ചിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഫുഡ് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ പോരുന്ന വഴിയിൽ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ വീടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒന്ന് കയറി അവരൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ ഇതാ പോരുന്ന സമയമാകുമ്പോൾ അവിടെ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതായത് ചാമ്പക്ക ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ചാമ്പക്ക കുറച്ചൊക്കെ ഒന്ന് ആയി വരുന്നേ ഉള്ളൂ, എന്നാലും കണ്ടിട്ട് എടുക്കാതെ പോരാനും തോന്നുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് കുറച്ചൊക്കെ അത് ഒന്ന് പറിച്ചെടുത്തു. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർക്ക് എന്തൊക്കെയാണ് തരേണ്ടതെന്നൊന്നും അറിയില്ല, നല്ല നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങളൊരു 3:30 സമയമാകുമ്പോൾ ഞങ്ങൾ തിരികെ പോരുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ടോ, പക്ഷെ അവിടുന്ന് പോരാൻ തോന്നുന്നില്ല. അവർ ഒരുപാട് പറഞ്ഞു കേട്ടോ, നമ്മളോട് നാളെ പോവാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് അങ്ങനെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു, അപ്പോൾ പോരാതെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയിട്ട് ഞങ്ങളവിടെ താമസാക്കി പിറ്റേ ദിവസമൊക്കെയാണ് കേട്ടോ പോരാറുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ അത് വലിയൊരു സന്തോഷമായി മാറും. നമ്മുടെ ലൈഫിൽ നമുക്ക് ഓർക്കാൻ പറ്റിയ നിമിഷങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക. നമ്മൾ ഫാമിലി ഒരുമിച്ച് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോവുക, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.